തീർച്ചയായിട്ടും 100% നമ്മൾ വിജയപ്രതീക്ഷ തന്നെയാണ്. ഇപ്പോ ഈ മണ്ഡലത്തില് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ 3 സ്ഥാനാർത്ഥികളിലും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും യോഗ്യനായിട്ടുള്ളത്, നമ്മൾ MLA ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ്. പുള്ളി 100% വിജയിച്ചിരിക്കും. 5 അല്ല, ഏകദേശം ഒരു 10-15 സീറ്റ് വരെ നേടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വട്ടിയൂർക്കാവില് BJP-യുടെ നല്ല പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കോർപ്പറേഷൻ മികച്ച വിജയമാണ് നേടിയത്. അതുകൊണ്ട് ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നമ്മളോട്. മാറാത്തത് മാറും. നല്ല വികസനം നമുക്ക് ഈ വട്ടിയൂർക്കാവില് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരികയാണ്. ഇനി പയ്യപ്പനെ വെച്ചുകൊണ്ട് പോകാത്ത നല്ല കാലം അതൊക്കെ BJP വന്നാൽ മാറും. അല്ല മാറും. മാറുമെന്നല്ല, മാറണം. ഈ നിയമസഭാ ഇലക്ഷനോട് കൂടി ഇവിടുന്ന് നിരവധി MLA-മാർ NDAക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം അത് തന്നെ അങ്ങനെ തിരുവനന്തപുരം ഒരു വലിയൊരു മാറ്റത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖർജി ഈ തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ഇവിടെ ജയിക്കും. കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി ആരെന്ത് ചെയ്യണമെന്ന് BJP തീരുമാനിക്കും. അത് BJPക്കാണ് ഇവിടെ പ്രതീക്ഷ ഉള്ളത്. BJP BJP അങ്ങോട്ട് തുറക്കും. തിരുവനന്തപുരത്ത് നിയമം കിട്ടും, വട്ടിയൂർക്കാവ് മണ്ഡലം കിട്ടും.